കൊച്ചിയിലെ ഒരു ഐ.ടി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരവ് ജീവിതം മുഴുവൻ സ്ക്രീനുകളിലായിരുന്നു. കോഡ്, മീറ്റിംഗുകൾ, ഡെഡ്ലൈനുകൾ എല്ലാം ശരിയായി പോകുമ്പോഴും അവന്റെ മനസ്സിലൊരു ശൂന്യതയുണ്ടായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായൊരു മെസ്സേജ്. ഹായ്, നിങ്ങൾ ആരവാണോ? അവൻ കുറച്ച് ആശ്ചര്യപ്പെട്ടു. അതെ, ആരാണ്? ഞാൻ നേഹ. തെറ്റായ നമ്പരാണെന്ന് തോന്നുന്നു. ആ തെറ്റായ മെസ്സേജാണ് അവരുടെ ശരിയായ കഥയായി മാറിയത്. ആദ്യം ചെറിയ സംഭാഷണങ്ങൾ, പിന്നീട് നീണ്ട ചാറ്റുകൾ. രാത്രികൾ പകൽ പോലെ മാറി. നേഹ, കോഴിക്കോട് നിന്നൊരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റ്. അവളുടെ വാക്കുകൾ നിറങ്ങൾ പോലെ. ആരവിന് അവളോട് സംസാരിക്കുന്നത് ഒരു ശാന്തതയായി. നിനക്കെന്താണിഷ്ടം? നേഹ ചോദിച്ചു. ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്, ആരവ് മറുപടി നൽകി. അവൾ ചിരിച്ചു. അപ്പോൾ അത് നിർത്തരുത്. ദിവസങ്ങൾ മാസങ്ങളായി. അവരൊരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ പരസ്പരം അറിയുന്നവർ പോലെ. ഒരു ദിവസം ആരവ് ചോദിച്ചു, നമുക്ക് കാണാമോ? നേഹ കുറച്ച് സമയമെടുത്തു. ഇല്ല, ഇപ്പോൾ വേണ്ട. എന്തിന്? ചിലപ്പോൾ കാണാതെയുള്ള പ്രണയം കാണുമ്പോൾ മാറിപ്പോകും. ആരവ് മിണ്ടാതെ നിന്നു. പക്ഷെ അവൻ സമ്മതിച്ചു. ഒരു രാത്രി നേഹയുടെ മെസ്സേജ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരു രോഗമുണ്ട്, ഗുരുതരമായത്. ഞാൻ അധികം സമയം ഇവിടെ ഉണ്ടാകില്ല. ആരവിന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. നീ തമാശ പറയുന്നു? ഇല്ല, ഞാൻ നിന്നെ കണ്ടാൽ നീ എന്നെ നഷ്ടപ്പെടുന്നത് കൂടുതൽ വേദനിക്കും. അതുകൊണ്ടാ ഞാൻ കാണാൻ വിസമ്മതിച്ചത്. ആരവ് കണ്ണുനിറച്ച് ടൈപ്പ് ചെയ്തു. എനിക്ക് നിന്നെ കാണണം, ഒരിക്കലെങ്കിലും. നേഹയുടെ മറുപടി. ശരി, നാളെ കോഴിക്കോട് ബീച്ചിൽ. അടുത്ത ദിവസം ആരവ് അവിടെ എത്തി. തിരക്കിനിടയിൽ അവൻ അവളെ തിരഞ്ഞു. ഒരു പെൺകുട്ടി, വെള്ള വസ്ത്രത്തിൽ, കടലിനരികിൽ നിൽക്കുന്നു. അവൻ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മഴ പെയ്യുന്ന ദിവസങ്ങൾക്കാണ് കൂടുതൽ കഥകൾ പിറക്കാറ്. ആ ഗ്രാമത്തിലെ പഴയ ബസ് സ്റ്റോപ്പിന് സമീപം ദിവസവും ഒരേ സമയത്തെത്തുന്ന 2 പേരുണ്ടായിരുന്നു, ആദർശും ദിയയും. ആദർശ് ഒരു സ്കൂൾ അധ്യാപകൻ. ലളിതമായ ജീവിതം, വലിയ സ്വപ്നങ്ങൾ. ദിയ ഒരു കോളേജ് വിദ്യാർത്ഥിനി. പുസ്തകങ്ങളും പെയ്തൊഴിയാത്ത ചോദ്യങ്ങളും അവളുടെ കൂട്ടുകാരൻ. ആദ്യം അവർ തമ്മിൽ സംസാരിച്ചത് ഒരു ചെറിയ കാരണത്താൽ. ഒരു ദിവസം മഴ ശക്തമായി പെയ്യുമ്പോൾ ദിയയുടെ കുട പൊട്ടിപ്പോയി. ആദർശ് തന്റെ കുട അവൾക്ക് കൊടുത്തു. നിങ്ങൾ? അവൾ ചോദിച്ചു. എനിക്ക് മഴ ഇഷ്ടമാണ്, അവൻ ചിരിച്ചു. ആ ദിവസം മുതൽ അവർ ഒരേ ബസ് കാത്തിരിക്കാൻ തുടങ്ങി. ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചിരികൾ. ആ നിമിഷങ്ങൾ ധീരെ ധീരെ പ്രണയമായി മാറി. ദിയയ്ക്ക് ആദർശിനോട് എന്തോ പറയണമെന്ന് തോന്നി. പക്ഷെ അവൾക്ക് ഭയം. അവനെനിക്ക് അതുപോലെ തന്നെയാണോ എന്ന സംശയം അവളെ പിന്തുടർന്നു. ഒരു വൈകുന്നേരം, മഴയില്ലാത്ത ദിവസം. ആകാശത്ത് ഒരു മഴവില്ല്. ദിയ ധൈര്യം കണ്ടെത്തി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആദർശ് അവളെ നോക്കി. പറയൂ. ദിയയുടെ ശബ്ദം ചെറുതായി നടുങ്ങി. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഒരു നിമിഷം നിശബ്ദം. ആദർശിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി. ദിയ, ഞാനീ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നതാണ്. അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. സത്യമായിട്ടോ? അതെ. പക്ഷേ അവളുടെ ഹൃദയം വീണ്ടും ഭയപ്പെട്ടു. പക്ഷേ ഞാൻ അടുത്ത മാസം ഈ ഗ്രാമം വിടണം. ഒരു പുതിയ ജോലി, ദൂരെ. ആ സന്തോഷം ഒരു നിമിഷം വേദനയായി മാറി. അപ്പോൾ നമ്മൾ? ആദർശ് പറഞ്ഞു. പ്രണയം ഒരുമിച്ച് നിൽക്കുന്നതല്ല ദിയ. ചിലപ്പോൾ അത് അകലെയിരുന്നാലും നിലനിൽക്കുന്നതാണ്. അവൾ ഒന്നും പറയാനായില്ല. ദിവസങ്ങൾ കടന്നു. അവൻ പോയി. ബസ് സ്റ്റോപ്പ് ശൂന്യമായി. പക്ഷെ ഓരോ ദിവസവും ദിയ അവിടെ എത്തി, ഓർമ്മകളുമായി. 1 വർഷം കഴിഞ്ഞു. ഒരു മഴയുള്ള ദിവസം. ദിയ വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ.